ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ദീർഘമായ ഒരു മുഖവുരയ്ക്ക് ശേഷം ഇന്ന് ശ്രീ കാമകലാവിലാസത്തിലെ ശ്ലോകങ്ങളുടെ അർത്ഥവിശദീകരണത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ആദ്യത്തെ ശ്ലോകം എടുക്കാം. ഈ പ്രഭാഷണ പരമ്പരയിൽ കഴിഞ്ഞ ഭാഗത്തിലെ മംഗള ശ്ലോകങ്ങൾ ആലപിച്ചതും ഇനി അങ്ങോട്ട് ശ്രീ കാമകലാവിലാസത്തിലെ മൂലശ്ലോകങ്ങൾ മനോഹരമായി ആലപിക്കാൻ പോകുന്നതും മംഗലാപുരത്തിൽ നിന്നും ശ്രീ ദിലീപ് ആണ്. എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ശ്രീ ദിലീപിന് ആദ്യം തന്നെ അറിയിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ശ്ലോകം കേൾക്കാം. സകല ഭുവനോദയ സ്ഥിതിലയമയ ലീലാവിനോദനോദ്യുക്തഃ അന്തർലീന വിമർശോ പാതു മഹേശഃ പ്രകാശമാത്രതനുഃ. ഗീതി എന്നറിയപ്പെടുന്ന അർദ്ധസമമാത്രാ ഛന്ദസ്സിലാണ് ശ്രീ കാമകലാവിലാസത്തിലെ എല്ലാ ശ്ലോകങ്ങളും ഉള്ളത്. അക്ഷരങ്ങളുടെ കണക്കിലല്ല, മാത്രകളുടെ എണ്ണത്തിന്റെ കണക്കിലായതുകൊണ്ടാണ് ഇതിനെ മാത്രാ ഛന്ദസ്, മാത്രാ വൃത്തത്തിലാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ ഈ ശ്ലോകം തന്നെയാണ് ഈ ഗ്രന്ഥത്തിന്റെ മംഗളാചരണ ശ്ലോകവും. ഏതൊരു ഗ്രന്ഥവും മംഗള ശ്ലോകത്തോടു കൂടിയാണ് തുടങ്ങുന്നത്. 3 രീതിയിലാവാം ആ മംഗളാചരണം: നമസ്കാരം, ആശീർവചനം, വസ്തുനിർദ്ദേശം. ഇതിൽ ഏതെങ്കിലും ഒരു രീതിയിൽ. ഇപ്പോൾ വാഗർത്ഥാവിവ സംപൃക്തൗ വാഗർത്ഥ പ്രതിപത്തയെ ജഗതഃ പിതരൗ വന്ദേ പാർവതീ പരമേശ്വരൗ എന്ന രഘുവംശ മഹാകാവ്യത്തിന്റെ ആദ്യ ശ്ലോകം വന്ദേ എന്ന് തുടങ്ങുന്നത് കൊണ്ട് അത് നമസ്കാരം ആണ്. അസ്ത്യുത്തരസ്യാം ദിശി ദേവതാത്മാ ഹിമാലയോ നാമ നഗാധിരാജ എന്ന് കുമാരസംഭവത്തിൽ തുടങ്ങുന്നത് വസ്തുനിർദ്ദേശ മംഗളാചരണത്തോടു കൂടിയതാണ്. പിന്നെ ജയിക്കട്ടെ, വിജയിച്ചരുളട്ടെ എന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്നതാണ് ആശീർവാദ രൂപത്തിലുള്ള മംഗളാചരണം. ജിയാത് കൃതാനംഗ പതംഗദാഹ എന്നൊക്കെയുള്ളത്. ഇവിടെ ശ്രീ കാമകലാവിലാസത്തില് സകല ഭുവനോദയ സ്ഥിതി ലയ മയ എന്നിങ്ങനെ നേരിട്ട് കാര്യം പറഞ്ഞു തുടങ്ങുന്നതായ വസ്തു നിർദ്ദേശമായിട്ടാണ് ഈ ആദ്യ ശ്ലോകം. മാത്രമല്ല, സകല എന്നത് ശക്തിയോടുകൂടിയ ശ്രീ പരമേശ്വരന്റെ പര്യായമായിട്ടും ശ്രീവിദ്യ പഞ്ചദശി മന്ത്രത്തിന്റെ ശക്തികൂടം എന്ന് പറയുന്ന 3ാമത്തെ കൂടത്തിന്റെ ആദ്യത്തെ 3 ബീജങ്ങളായിട്ടും ഉള്ളതുകൊണ്ട് ഈ ആദ്യത്തെ വാക്ക് അതിശ്രേഷ്ഠമായ, അതിപവിത്രമായ ഒരു മംഗളപദവും മന്ത്രസ്വരൂപവും കൂടിയാണ് എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ശ്രീ കാമകലാവിലാസം തുടങ്ങുന്നത് ശിവശക്തി തത്വങ്ങളുടെ വിവരണത്തോടുകൂടിയാണ്. ജഗത് സൃഷ്ടിക്ക് കാരണക്കാരായ ശിവശക്തികളിൽ ആദ്യത്തെ ഈ ശ്ലോകം ശ്രീ പരമേശ്വരന്റെയും 2ാമത്തെ ശ്ലോകം ശ്രീ പരാശക്തിയുടെയും വൈഭവത്തെ വർണ്ണിക്കുന്ന ശ്ലോകങ്ങളാണ്. സംക്ഷിപ്തമായും അതേസമയം സമ്പൂർണമായും ശിവശക്തി തത്വം ഈ 2 ശ്ലോകങ്ങളിൽ കൂടി വിവരിച്ചിരിക്കുകയാണ്. പ്രകാശബിന്ദുവായുള്ള പരശിവസ്വരൂപമാണ് ഈ ആദ്യ ശ്ലോകത്തിൽ വിവരിച്ചിരിക്കുന്നത്. 4 വിശേഷണങ്ങളിൽ കൂടിയാണ് ശ്രീ പരമേശ്വര സ്വരൂപം, ആ ശിവവൈഭവം വർണ്ണിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണത്? സകല ഭുവന ഉദയസ്ഥിതി ലയമയ ലീലാ വിനോദന ഉദ്യുക്തഃ എന്നത് ആദ്യത്തേത്. അന്തർലീന വിമർശഃ എന്നത് 2ാമത്തേത്. പ്രകാശമാത്ര തനുഃ എന്നത് 3ാമത്തേത്. മഹേശഃ എന്നത് 4ാമത്തേത്. സകല ഭുവന ഉദയസ്ഥിതി ലയമയ ലീലാ വിനോദന ഉദ്യുക്തഃ, അതായത് എല്ലാ ലോകങ്ങളുടെയും സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ ഒരു ലീലയായി, ഒരു ഉല്ലാസം പോലെ, വിനോദമായി നിഷ്പ്രയാസം നിർവഹിക്കാൻ ഒരുങ്ങിയിരിക്കുന്നവനും, ഇവിടെ സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നീ 3 കർത്തവ്യങ്ങളോട് കൂടി ഉപലക്ഷണമായി തിരോധാനം, അനുഗ്രഹം എന്നിവയും ചേർന്ന പഞ്ചകൃത്യങ്ങളെയും ചെയ്യാൻ തയ്യാറായിരിക്കുന്നവനും. എന്താണ് ഈ തിരോധാനം, അനുഗ്രഹം എന്നത് വഴിയെ വിവരിക്കാം. അടുത്തത് അന്തർലീന വിമർശഃ, തൻ്റെ ഉള്ളിൽ തന്നെ അന്തർലീനമായിരിക്കുന്ന, തൻ്റെ അവിഭാജ്യ ഘടകമായി ഉള്ളിൽ നിലകൊണ്ടിരിക്കുന്ന വിമർശശക്തിയോട് കൂടിയവനും. പിന്നെ പ്രകാശമാത്ര തനുഹു,
പ്രകാശമയമായ ശരീരത്തോടു കൂടിയവനും മഹേശ സർവനിയന്താവായി ഇരിക്കുന്നവനും ആയ ആ ശ്രീ പരമേശ്വരൻ പാതു, നമ്മെ രക്ഷിക്കട്ടെ. ഇനി ഈ വിശേഷണങ്ങളുടെ വിശദമായിട്ടുള്ള വിവരണം നോക്കാം. സകല ഭുവന, ഭുവനം എന്ന് വെച്ചാൽ എന്താണ്? ഭവതി അസ്മാത് ഇതി ഭുവനം. ഏതൊന്ന് പരമമായ സത്തയിൽ നിന്നും ഉത്പന്നമായി സ്ഥിതി ചെയ്യുന്നുവോ അതാണ് ഭുവനം. സകല ഭുവന ഉദയം. ഇവിടെ സൃഷ്ടി അഥവാ ഉത്പത്തി എന്ന പദത്തിന് പകരം ശ്രീമദ് പുണ്യാനന്ദനാഥ യോഗികൾ ഉദയം എന്ന പദം പ്രയോഗിച്ചിരിക്കുന്നതിന് ഒരു കാരണമുണ്ട്. പുതിയതായ ഒരു പദാർത്ഥം ഉണ്ടാക്കുന്നതാണ് സൃഷ്ടി അഥവാ ഉൽപാദനം. എന്നാൽ ശൈവ ശാക്ത ദർശനങ്ങളുടെ ദൃഷ്ടിയിൽ പ്രപഞ്ചം എന്നത് പുതിയതായി ഉണ്ടാക്കുന്ന ഒന്നല്ല, സ്ഥിരമായി ഉള്ളത് തന്നെ ഇടയ്ക്ക് മറിഞ്ഞ് വീണ്ടും പ്രകടമാകുന്നതാണ്. ഇങ്ങനെയുള്ള പ്രകടീകരണം, വെളിപ്പെടൽ എന്നത് പുതുതായിട്ടുള്ള ഒരു ഉൽപ്പത്തി എന്ന് പറയാനാവില്ലല്ലോ. അതുകൊണ്ടാണ് ഉദയം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ സകല ഭുവനം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്താണ്? അനുത്തര പരശിവത്തിൽ നിന്നും ഉന്മിഷിതമായ 36 സൃഷ്ടി തത്വങ്ങൾ. ഉന്മിഷിതമായ എന്ന് വെച്ചാൽ നോക്കപ്പെട്ട, തുറക്കപ്പെട്ട, വികസിക്കപ്പെട്ട എന്നൊക്കെ അർത്ഥം. ഒരു ജാലവിദ്യക്കാരൻ തൻ്റെ തൂവാല കൊണ്ട് മൂടി തുറക്കുമ്പോൾ വസ്തുക്കൾ പെട്ടെന്ന് പ്രത്യക്ഷമായതുപോലെ തോന്നുന്നു, അല്ലേ? അതുപോലെ പ്രത്യക്ഷപ്പെടുന്നതിനെയാണ്, പ്രകടമാകുന്നതിനെയാണ് ഉന്മേഷണം എന്ന് പറയുന്നത്. ആ രീതിയിൽ ഉന്മിഷിതമായ ശിവതത്വം മുതൽ ഭൂമി തത്വം വരെയുള്ള 36 തത്വങ്ങളാണ് ഇവിടെ സകല എന്ന പദം സൂചിപ്പിക്കുന്നത്. കാശ്മീര ശിവാദ്വൈത ദർശനത്തിന്റെ പൂർവഗ്രന്ഥങ്ങളിലൊന്നാണ് സ്പന്ദകാരിക. ഈ ഗ്രന്ഥം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: യസ്യോന്മേഷ നിമേഷാഭ്യാം ജഗതഃ പ്രളയോദയൗ. അതായത് പ്രപഞ്ചത്തിൻ്റെ ഉദയവും ലയവും ശ്രീപരമേശ്വരൻ്റെ ഉന്മേഷ നിമേഷങ്ങളാണ് എന്ന അർത്ഥത്തിൽ. ഉന്മേഷം എന്ന് വെച്ചാൽ മിഴി തുറന്നു നോക്കൽ, നിമേഷം എന്ന് വെച്ചാൽ കണ്ണടയ്ക്കൽ. യസ്യ ഉന്മേഷ നിമേഷാഭ്യാം ജഗതഃ പ്രളയ ഉദയൗ. ഭഗവാൻ കണ്ണു തുറക്കുമ്പോൾ പ്രപഞ്ചം കാണപ്പെടുന്നു, പ്രത്യക്ഷമാകുന്നു. കണ്ണടയ്ക്കുമ്പോൾ അപ്രത്യക്ഷമാകുന്നു. കാരണം പ്രപഞ്ചത്തെ പ്രത്യക്ഷമായി കാണുന്ന, പ്രപഞ്ചത്തെ അറിയുന്ന സകല ജീവരാശികളും ശ്രീ പരമേശ്വരൻ തന്നെയാണ് എന്നതാണ് ശിവാദ്വൈത ദർശനത്തിൻ്റെ കാതലായ നിലപാട്. ഇത് കൂടുതൽ പിന്നീട് വിവരിക്കുന്നുണ്ട്. ജഗച്ചിത്രം സമാലിഖ്യ സ്വേച്ഛാ തൂലികയാത്മനി സ്വയമേവ സമാലോക്യ പ്രീണാതി ഭഗവാൻ ശിവ. തൻ്റെ ആത്മാവാകുന്ന ചിത് ശക്തി എന്ന ചുമരിൽ തൻ്റെ ഇച്ഛയാകുന്ന തൂലിക കൊണ്ട് വൈവിധ്യമാർന്ന പ്രപഞ്ച ചിത്രം വരച്ച് അതിനെ സ്വയം കണ്ട് ആസ്വദിച്ച് ആനന്ദിക്കുന്നു ഭഗവാനായ ശ്രീ പരമേശ്വരൻ എന്ന അർത്ഥം. ഈ ചിത് ശക്തിയുടെ ആവിർഭാവമാണ് ശ്രീ കാമകലാവിലാസത്തിലെ മുഖ്യമായ പ്രമേയം എന്നത് നേരത്തെ കഴിഞ്ഞ ഭാഗത്തിൽ ഉപോദ്ഘാതത്തിൽ സൂചിപ്പിച്ചിരുന്നു. അതും കൂടുതൽ നമുക്ക് വഴിയെ മനസ്സിലാകും. അപ്പോൾ ശിവതത്വത്തിൻ്റെ വിവരണം അഥവാ ആദി പരമ്പൊരുളായ ശ്രീ പരമേശ്വരൻ്റെ പ്രഭാവ വർണ്ണന തുടങ്ങുന്നത് തന്നെ സൃഷ്ടി മുതലായ പഞ്ചകൃത്യങ്ങൾ വിവരിക്കുന്നതിൽ കൂടിയാണ് എന്ന് നമുക്ക് മനസ്സിലായി. സൃഷ്ടി വിവരണമാണ് എല്ലാ താത്വിക വിചാരങ്ങളിലും ആദ്യമായും പ്രധാനമായും പരിഗണനയ്ക്കെടുക്കുന്ന വിഷയം. കാരണം ഈ പ്രപഞ്ചം ഉണ്ടാക്കിയെടുത്തതിൻ്റെ ഊഹിക്കാൻ പോലും സാധിക്കാത്ത ആ ഒരു നൈപുണ്യം, ആ ഒരു പാടവം, സൃഷ്ടിക്കപ്പെട്ടതായ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന വിചിത്രമായ പ്രതിഭാസങ്ങൾ, അവ്യക്തമായ നിഗൂഢതകൾ, ഇവയൊക്കെ തന്നെയാണ് മനുഷ്യർക്ക് എക്കാലത്തും പിടികിട്ടാതെ തുടരുന്ന രഹസ്യം, ചുരുളഴിയാത്ത പ്രഹേളിക, അല്ലേ? ഭാരതീയ ചിന്താസരണിയുടെ തുടക്കം കുറിക്കുന്ന ഏറ്റവും ആദ്യത്തേതായ ഋഗ്വേദത്തിൽ തന്നെ ഇതിൻ്റെ അന്വേഷണം തുടങ്ങിയിരിക്കുന്നു എന്നത് മനസ്സിലാക്കാം. പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ചുള്ള താത്വികമായ ഒരു അനുമാനം അഥവാ ഏകദേശമായ ഒരു സിദ്ധാന്തീകരണം ആദ്യമായി ഋഗ്വേദത്തിലെ നാസദീയ സൂക്തത്തിൻ്റെ ദൃഷ്ടാവായ ശ്രീ പരമേഷ്ടി ഋഷി ആണ് തുടങ്ങിവെക്കുന്നത്.
ആനീതവാദം സ്വധയാത്തദേകം തസ്മാദ്ധ അന്യന്ന പരഃ കിഞ്ചനാസ. അതായത് വായുവിൻ്റെ അഭാവത്തിലും സ്വശക്തി കൊണ്ട് ശ്വാസോച്ഛ്വാസം ചെയ്തുകൊണ്ടിരുന്ന ഏകമായ പരമാത്മാവിനെയാണ് ഋഗ്വേദത്തിലെ ഈ ഋഷി പഞ്ചഭൂതങ്ങളുടെയും സൃഷ്ടിക്ക് മുൻപേ തന്നെ ഉണ്ടായിരുന്നതായി ഊഹിക്കുന്നത്. ആ ആദി വസ്തു ഒഴികെ മറ്റെല്ലാം ശൂന്യമായിരുന്നു. തപസസ്തന്മഹിന ജായതൈകം. ആ പരമാത്മാവ് തന്നിലുള്ള തപസ്സാകുന്ന ആ താപത്തിൻ്റെ, അതായത് ആ തീക്ഷ്ണതയുടെ ഹേതുവായിട്ട് സ്വമഹാത്മ്യത്താൽ തന്നെ ഉണർന്നു. എന്താണ് ആ തപസ്സാകുന്ന താപം? സൃഷ്ടിക്കുള്ള ഇച്ഛ അഥവാ കാമമാണ് അത്. സൃഷ്ടിക്കുള്ള ഇച്ഛയാണ് കാമം എന്നത് കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരുന്നു. സിസൃക്ഷ, അതാണ് സൃഷ്ടിക്കുള്ള കാമം. ആ സിസൃക്ഷയിൽ നിന്നും ആദ്യ ബീജം പ്രകടമായി. കാമസ്തദഗ്രേ സമവർത്തതാധി മനസോരേധ പ്രഥമം യഥാസീത് എന്നും ഋഗ്വേദത്തിലെ നാസദീയ സൂക്തത്തിൽ പറഞ്ഞിരിക്കുന്നു. ഋഗ്വേദത്തിലെ സൃഷ്ടിയെക്കുറിച്ചുള്ള ഈ പരിചിന്തനം പിന്നീട് ഉപനിഷത്തുകളിൽ കൂടുതൽ ആഴത്തിൽ വിശകലനം ചെയ്യപ്പെട്ടു. സൃഷ്ടിക്കപ്പെടേണ്ടതിനെക്കുറിച്ചുള്ള അവധാനപൂർവമായ ജ്ഞാനമാണ് ആ തപസ്. യസ് സർവജ്ഞ സർവവിദ് യസ്യ ജ്ഞാനമയം തപഃ എന്ന് മുണ്ടകോപനിഷത്ത് പറയുന്നു. ഇത് തൈത്തരീയ ഉപനിഷത്തിൽ സോ അകാമയത ബഹുസ്യാം പ്രജായേയ ഇതി സ തപോ അതപ്യത സ തപസ്തപ്ത്വാ ഇദം സർവം സൃജത യതിദം കിഞ്ച തത് സൃഷ്ട്വാ തദേവ അനുപ്രാവിശത്. അതായത് ആ പരമാത്മാവ് ഞാൻ പലതായി തീരണം, ഞാൻ ജനിക്കണം എന്നാഗ്രഹിച്ചു. എന്നിട്ട് തപസ്സനുഷ്ഠിച്ചു. തപസ്സനുഷ്ഠിച്ച് ഈ കാണുന്ന ജഗത്തിനെയെല്ലാം സൃഷ്ടിച്ചു. സൃഷ്ടിച്ച ആ ജഗത്തിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുകയും ചെയ്തു. തദൈക്ഷത ബഹുസ്യാം പ്രജായേയ ഇതി. അത് സങ്കൽപ്പിച്ചു, എനിക്ക് പലതാകണം, പല രൂപത്തിലും ജനിക്കണം എന്ന്. ഇതേ ആശയം തന്നെ ഛാന്തോക്യോപനിഷത്തിലും പറഞ്ഞിരിക്കുന്നു. ഈ ഉപനിഷത്ത് വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ ബ്രഹ്മസൂത്രകർത്താവായ ശ്രീ ബാദരായണ മഹർഷി ഈക്ഷതേർനാശബ്ദം, ഈക്ഷണം അതായത് സങ്കല്പം തന്നെയാണ് സൃഷ്ടിക്കുള്ള കാരണം എന്ന് നിർവചിച്ചു. ഇതിന് തൻ്റെ ഭാഷ്യത്തിൽ ജഗദ്ഗുരു ശ്രീ ശങ്കര ഭഗവത് പാദർ ഇത് നിത്യജ്ഞാന സ്വരൂപമായ ബ്രഹ്മത്തിൽ പ്രകടമാകുന്ന ജ്ഞാനമാണ് എന്ന് വ്യാഖ്യാനിച്ചു. അങ്ങനെ ജ്ഞാനത്തിൻ്റെ പ്രാധാന്യം ഉയർത്തിക്കാണിച്ച് വേദാന്ത ദർശനം ഇവിടെ നിന്നും വേറൊരു വഴിയിൽ തിരിഞ്ഞ് തൻ്റെ സിദ്ധാന്തം വികസിപ്പിച്ചു. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി പരമാത്മന്റെ കേവല ഇച്ഛ മാത്രമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഉപനിഷത്ത് മന്ത്രങ്ങളിൽ നിന്നും ശിവാദ്വൈതം അഥവാ ഈശ്വരാദ്വൈതം എന്ന ഒരു ദർശനവും തൻ്റേതായ ഒരു വഴിയിൽ തിരിഞ്ഞു എന്ന് പറയാം. എങ്ങനെയാണ്? ആ ആദി പരമ്പൊരുളിൻ്റെ ആദ്യ ഘട്ടത്തിലുള്ള ഇച്ഛയും അടുത്തപടിയായുള്ള സങ്കല്പം ആകുന്ന ജ്ഞാനവും പിന്നീട് നാമരൂപ പ്രപഞ്ചമായി പരിണമിക്കുന്ന ക്രിയയും ശൈവശാക്ത സിദ്ധാന്തങ്ങളിൽ പ്രധാനമായ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തികളാണ്. അതിനെക്കുറിച്ച് വിശദമായി നമ്മൾ പിന്നീട് മനസ്സിലാക്കാം. ആഗമങ്ങളിലും തന്ത്രങ്ങളിലും അടയാളം കുറിക്കപ്പെട്ട ഈ ഒരു വീക്ഷണഗതി കാശ്മീർ താഴ്വരയിൽ ക്രിസ്തുവബ്ദം 10-ാം നൂറ്റാണ്ടിന് ശേഷമുണ്ടായ ശ്രീ വസുഗുപ്താചാര്യർ, ശ്രീ കല്ലടാചാര്യർ, ശ്രീ സോമാനന്ദാചാര്യർ, ശ്രീ ഉത്പലാചാര്യർ, ശ്രീ അഭിനവഗുപ്താചാര്യർ, ശ്രീ രാജാനക ക്ഷേമരാജാചാര്യർ, ശ്രീ രാജാനക ഭാസ്കരകണ്ഠാചാര്യർ, ശ്രീ രാജാനക ജയരഥാചാര്യർ മുതലായ പ്രസിദ്ധരായ ആചാര്യന്മാർ ഒരു സിദ്ധാന്തമായി വികസിപ്പിച്ചു. പണ്ട് കാലങ്ങളിൽ കാശ്മീരിലെ രാജാക്കന്മാർ തത്വജ്ഞാനികളായ ആചാര്യന്മാർക്ക് ആശ്രയം കൊടുത്ത് അവരെ ആദരിച്ചു നൽകിയതാണ് രാജാനകൻ എന്ന സ്ഥാനപ്പേര്. അനുഗ്രഹീതരായ ഈ ആചാര്യന്മാർ ത്രിക, പ്രത്യഭിജ്ഞ എന്നീ പേരുകളാൽ അറിയപ്പെടുന്ന തങ്ങളുടെ ശാസ്ത്രങ്ങളിൽ കൂടിയും വ്യാഖ്യാനങ്ങളിൽ കൂടിയും ഈ സിദ്ധാന്തത്തെ ശിവാദ്വൈത ദർശനമായി പുഷ്ടിപ്പെടുത്തി. ഇങ്ങനെ അദ്വൈത ചിന്താമാർഗം 2 വഴിയിൽ തിരിഞ്ഞു. എന്നാൽ ഈ 2 വിചാരധാരകളും, അതായത് ശാങ്കരാദ്വൈതവും ശിവാദ്വൈതവും അദ്വൈതം എന്ന അടിത്തറയിൽ തന്നെയാണ് നിലയുറപ്പിച്ചിട്ടുള്ളത് എന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. സൃഷ്ടി മുതലായ കർത്തവ്യങ്ങൾ യഥാർത്ഥത്തിൽ മായയുടേതാണ് എന്നും
അവ ബ്രഹ്മത്തിന്റെ കർത്തവ്യമാണ് എന്ന് തോന്നുക മാത്രമാണ് എന്നും ബ്രഹ്മത്തിനും മായയ്ക്കും ബന്ധമില്ല എന്നുമാണ് ശ്രീ ആദിശങ്കരാചാര്യരുടെ അദ്വൈത വേദാന്തത്തിന്റെ പക്ഷം. എന്നാൽ ശിവാദ്വൈത ദർശനത്തിന്റെ അദ്വൈത വീക്ഷണത്തില് സൃഷ്ടി മുതലായ ക്രിയകൾ പരമ്പൊരുളായ ശ്രീ പരമേശ്വരന്റെ ആത്മസ്വഭാവമാണ്. സൃഷ്ടിക്കപ്പെട്ടതാണെങ്കിലും സകല ജീവരാശികളും പരമാത്മന്റെ പ്രതിരൂപങ്ങൾ തന്നെയാണ്. കാരണം പ്രപഞ്ചം എന്നത് പരമ്പൊരുളായ ശ്രീ പരമേശ്വരന്റെ പരിണതി അഥവാ സ്വരൂപ വികാസം ആണ്. സയേവ സർവഭൂതാനാം സ്വഭാവഃ പരമേശ്വരഃ. ആ വികാസം, പ്രപഞ്ചമായുള്ള വികസനം സംഭവിക്കുന്നത് സൂക്ഷ്മത്തിൽ നിന്നും സ്ഥൂലം എന്ന രീതിയിൽ 36 തത്വങ്ങളുടെ സൃഷ്ടിയിൽ കൂടിയാണ് എന്നതാണ് ശൈവശാക്ത ദർശനങ്ങളുടെ നിലപാട്. ആദ്യത്തെ തത്വമാണ് ശിവതത്വം, പിന്നെ ശക്തിതത്വം, അത് കഴിഞ്ഞാൽ സദാശിവതത്വം, ഈശ്വരതത്വം, ശുദ്ധവിദ്യാ തത്വം. ഈ ആദ്യത്തെ 5 ശുദ്ധ തത്വങ്ങൾ അഥവാ ശുദ്ധ അധ്വ എന്ന് അറിയപ്പെടുന്നത്. പ്രപഞ്ചം എന്ന ഒരു തലം, ഈ ഒരു കോസ്മിക് ഡയമെൻഷൻ എന്നത് സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള പരമ്പൊരുളിന്റെ സ്ഥൂലീകരണം, ഗ്രോസിഫിക്കേഷൻ ആണ് ഈ ആദ്യത്തെ 5 ശുദ്ധ തത്വങ്ങൾ എന്ന് പറയാം. 6ാമത്തെ തത്വമാണ് മായ. മായയുടെ പ്രവേശനത്തോടെ പ്രപഞ്ചതലത്തിന്റെ ഉന്മീലനം ഏതാണ്ട് പൂർത്തിയാകുന്നു. മായ മുതൽക്കുള്ള തത്വങ്ങൾ അശുദ്ധ തത്വങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. മായയ്ക്ക് ശേഷമുള്ളത് 31 തത്വങ്ങളാണ്. ഏറ്റവും ഒടുവിൽ പഞ്ചഭൂതങ്ങളുടെ സൃഷ്ടി, അതിലെ ഏറ്റവും അവസാനത്തെ 36ാമത്തെ തത്വമായ ഭൂമിയുടെ സൃഷ്ടിയോടുകൂടി ഈ വ്യാവഹാരിക തലം എന്ന് പറയുന്ന പ്രപഞ്ച സൃഷ്ടി പൂർണ്ണമാവുകയാണ്. ഇത് അർത്ഥസൃഷ്ടി എന്നാണ് അറിയപ്പെടുന്നത്. 36 തത്വങ്ങളുടെയും ആവിർഭാവം കുറിച്ച് വിശദമായി കുറച്ച് കഴിഞ്ഞ് നമുക്ക് നോക്കാം. ബ്രഹ്മൈവ ഇദം സർവം എന്ന് ഉദ്ഘോഷിക്കുന്ന വേദാന്തത്തിലെ ബ്രഹ്മം തന്നെയാണ് ശിവസർവമിതി എന്ന് ശൈവ ശാക്ത മതങ്ങളിൽ പറയുന്ന പരമേശ്വരൻ എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. പുരാണങ്ങളിൽ പറഞ്ഞിട്ടുള്ള രൂപത്തോടു കൂടിയ കൈലാസവാസിയും സർപ്പഭൂഷണനും മുക്കണ്ണനുമായ ശ്രീ രുദ്രനായ ശിവനായിട്ടല്ല ഇവിടെ സങ്കല്പിക്കേണ്ടത് എന്നത് പ്രത്യേകം ഓർക്കണം. അനാദികാലം മുതൽക്കേ ശ്രീ പരമേശ്വരനെ അമൂർത്തമായ ലിംഗസ്വരൂപത്തിൽ ആരാധിച്ചു വരുന്നതിൻ്റെ കാരണവും അതുതന്നെയാണ്. ശിവാദ്വൈതം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള ശൈവദർശനത്തിൽ മഹോന്നതനായ ആ പരമാത്മാവ്, പരമശിവൻ, പരമേശ്വരൻ, പരസംവിത്ത്, അനുത്തരമൂർത്തി, നിരുപാധിക സംവിത്ത് എന്നെല്ലാമുള്ള പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഇഹി സ്വതന്ത്ര ശിവാദ്വയ ദർശനേ പരമേശ്വരഃ സ്വതന്ത്രഃ ചിദ്ഘന സംവിത് സ്വഭാവഃ യദയം അനുത്തരമൂർത്തി നിജേച്ഛയാ അഖിലമിദം ജഗത് സൃഷ്ടം. സ്വതന്ത്രനും ചിദ്ഘനപൂർണനുമായ ആ ശ്രീ പരമേശ്വരൻ സ്വയമായ തൻ്റെ ഇച്ഛയാൽ ഈ കാണുന്ന സകല പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചു എന്ന് ആഗമങ്ങൾ അടിസ്ഥാനമാക്കിയ ശിവാദ്വൈതം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള ശൈവദർശനം പറയുന്നു. ഇഹി സ്വതന്ത്ര ശിവാദ്വയ ദർശനേ തസ്യ ദേവാതിദേവസ്യ പരാപേക്ഷാ ന വിദ്യത്തെ പരസ്യ തദപേക്ഷത്വാത് സ്വതന്ത്രോ അയമതസ്ഥിതഃ. ഇത് തന്ത്രാലോകം എന്ന തൻ്റെ ബൃഹത്തായ കൃതിയിൽ ശ്രീ അഭിനവഗുപ്താചാര്യരുടെ അഭിപ്രായമാണ്. അതായത് മായ മുതലായ പരാപേക്ഷയില്ലാത്തത് കൊണ്ട് സർവദാ സ്വതന്ത്രനാണ് സർവേശ്വരനായ ശ്രീ പരമേശ്വരൻ എന്ന് അർത്ഥം. ഇതുപോലെയുള്ള സൂക്ഷ്മ തത്വ വിശദീകരണങ്ങളിൽ ആധികാരികത ഉറപ്പുവരുത്താൻ അത്യന്താപേക്ഷിതമാണ് ശാസ്ത്രവചന പ്രമാണം. മൂലഗ്രന്ഥങ്ങളിലെ ശ്ലോകങ്ങൾ അതേപടി ഉദ്ധരിച്ച് വിവരിക്കുന്ന രീതിയാണ് ഈ വ്യാഖ്യാന പരമ്പരയിൽ ഉടനീളം ഞാൻ സ്വീകരിക്കാനിരിക്കുന്നത്. കൂടുതൽ പഠനം ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി അതാത് ശ്ലോകങ്ങളും അവയുടെ റെഫറൻസ് വിവരങ്ങളും വീഡിയോയിൽ കാണാവുന്നതുമാണ്. അപ്പോൾ സർവസ്വതന്ത്രനായ ആ പരമാത്മാവ് പരംപരസ്ഥം ഗഹനാദനാദിം ഏകം നിവിഷ്ടം ബഹുധാ ഗുഹാസു. പരംപരസ്ഥം ഗഹനാദനാദിം, അജനും ആദിയും അന്തമും ഇല്ലാത്തവനും ആണ് ആ പരമാത്മാവ്. മാത്രമല്ല ഏകം നിവിഷ്ടം ബഹുധാ ഗുഹാസു, താൻ സൃഷ്ടിച്ച സകല ജീവജാലങ്ങളുടെയും ഉള്ളിൽ ചൈതന്യരൂപമായി സ്ഥിതി ചെയ്യുന്നവനുമാണ്. ശ്രീ പരമേശ്വരന്റെ അഖണ്ഡമായ ഈ സ്വാതന്ത്ര്യത്തിന്റെ പ്രകടനമാണ്
പ്രപഞ്ച സൃഷ്ടിയും ആ പ്രപഞ്ചത്തിൻ്റെ രക്ഷണവും പിന്നീടുള്ള അതിൻ്റെ അന്തർധാനവും. സൃഷ്ടിയോട് കൂടിയും കൂടാതെയും ഇരിക്കുക എന്നതാണ് ആ സ്വാതന്ത്ര്യം. ജഗത് കർത്താവും അതേസമയം ജഗത് സ്വരൂപനുമാണ് ശ്രീ പരമേശ്വരൻ. അതുകൊണ്ട് പ്രപഞ്ചത്തിൻ്റെ നിമിത്ത കാരണവും ഉപാദാന കാരണവും രണ്ടും ശ്രീ പരമേശ്വരൻ തന്നെയാണ് എന്നതാണ് ശിവാദ്വൈത ദർശനത്തിൻ്റെ നിലപാട്. എന്താണ് നിമിത്ത കാരണം, ഉപാദാന കാരണം എന്ന് വെച്ചാൽ, ഇത് മനസ്സിലാക്കാനുള്ള പ്രസിദ്ധമായ ഉദാഹരണം കുടം ആണ്. കുടം ബുദ്ധി ഉപയോഗിച്ച് മെനഞ്ഞുണ്ടാക്കുന്ന കുലാലൻ ആണ് കുടത്തിൻ്റെ നിമിത്ത കാരണം. കുടം രൂപപ്പെടാൻ ഉപയോഗിച്ച കളിമണ്ണാണ് കുടത്തിൻ്റെ ഉപാദാന കാരണം. ഇത് ഓർക്കണം. കാശ്മീര ശൈവത്തിൻ്റെ മഹോന്നത ആചാര്യനായ ശ്രീ അഭിനവഗുപ്താചാര്യരുടെ ഗുരുവിൻ്റെ ഗുരു ആണ് ശ്രീ ഉത്പലാചാര്യർ. ശ്രീ ഉത്പലാചാര്യർ തൻ്റെ ശിവസ്തോത്രാവലിയിൽ സ്തുതിക്കുകയാണ്, സംസാരൈക നിമിത്തായ സംസാരൈക വിരോധിനെ നമഃ സംസാരരൂപായ നിസ്സംസാരായ ശംഭവേ എന്ന്. സംസാരൈക നിമിത്തായ സംസാരൈക വിരോധിനെ, അതായത് ശ്രീ പരമേശ്വരൻ തന്നെയാണ് ജഗത്തിൻ്റെ നിമിത്തമായി സൃഷ്ടിക്കുന്നതും അതിന് വിരോധമായി തന്നിൽ ലയിപ്പിക്കുന്നതും. സൃഷ്ടിച്ച ജഗത്തിൻ്റെ സ്വരൂപത്തോടു കൂടിയവനും അതേസമയം അതുമായി യാതൊരു സംബന്ധവുമില്ലാതിരിക്കുന്നവനും ആ സർവേശ്വരൻ തന്നെയാണ്. എന്നുവെച്ചാൽ വിശ്വമയനും വിശ്വാതീതനുമാണ് ശ്രീ പരമേശ്വരൻ. സ്വയം വിശ്വമായി ചമഞ്ഞിരിക്കുന്നത് കൊണ്ട് കുടത്തിലെ കളിമണ്ണ് എന്ന പോലെ ഉപാദാന കാരണമായ വിശ്വമയനും കുടം കേവലം ഉണ്ടാക്കുക മാത്രം ചെയ്യുന്ന കുലാലനെ പോലെ നിമിത്ത കാരണമായി വിശ്വത്തിന് അതീതനായിരിക്കുന്നത് കൊണ്ട് വിശ്വാതീതനും ആണ് ഭഗവാൻ. വിശ്വമയൻ ആയിരിക്കുന്നത് കൊണ്ട് ഉപാദാന കാരണവും ശ്രീ പരമേശ്വരൻ തന്നെയാണ് എന്ന് പറഞ്ഞാലും ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഭഗവാന് വിശ്വമയത്വം സിദ്ധിക്കുന്നത് ശക്തി കാരണമാണ് എന്ന വസ്തുതയെയാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ പരാശക്തിയാണ് പ്രപഞ്ചത്തിൻ്റെ ഉപാദാന കാരണം. സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്ന് മൂന്നാണ് പൊതുവെ മറ്റെല്ലാ ഭാരതീയ ദർശനങ്ങളിലും അംഗീകരിക്കപ്പെട്ടിട്ടുള്ള സ്രഷ്ടാവിൻ്റെ പ്രാപഞ്ചിക ക്രിയകൾ, അല്ലേ? എന്നാൽ ശൈവശാക്ത തന്ത്രങ്ങളിൽ ഈ മൂന്നെണ്ണം കൂടാതെ മറയ്ക്കൽ അല്ലെങ്കിൽ തടയൽ എന്നീ അർത്ഥങ്ങളിലുള്ള തിരോധാനം, പിന്നെ പ്രസാദം അല്ലെങ്കിൽ കൃപ എന്ന അർത്ഥത്തിലുള്ള അനുഗ്രഹം, തിരോധാനം, അനുഗ്രഹം എന്ന വേറെ 2 ക്രിയകൾ കൂടിയുണ്ട്. ഈ 5ഉമാണ് ശ്രീ പരമേശ്വരൻ്റെ പഞ്ചകൃത്യങ്ങൾ. അതായത് സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെ അർത്ഥം നമുക്ക് അറിവുള്ളതാണ്. മറ്റ് 2ന്റെയും അർത്ഥം എന്താണെന്ന് നോക്കാം. തിരോധാനം എന്ന് വെച്ചാൽ സ്വാത്മസങ്കോചമാണ്, അതായത് തന്നെ സ്വയം മറയ്ക്കൽ. ശൈവശാക്ത തന്ത്രങ്ങളുടെ സിദ്ധാന്തമനുസരിച്ച് സൃഷ്ടികർത്താവായ ശ്രീ പരമേശ്വരൻ തന്നെയാണ് ചരാചര പ്രപഞ്ചമായും സകല ജീവജാലങ്ങളായും സ്വലീലയാൽ രൂപമെടുക്കുന്നത് എന്നത് ഓർക്കണം. താൻ സൃഷ്ടിച്ച ജഗത്തിൻ്റെ ഉള്ളിൽ സ്വയം പ്രവേശിക്കുകയും ചെയ്തു. തത് സൃഷ്ട്വാ തദേവ അനുപ്രാവിശത്ത് എന്ന് നേരത്തെ പറഞ്ഞ തൈത്തരീയ ഉപനിഷത്ത് വചനവും ഇവിടെ ഓർക്കാവുന്നതാണ്. സ്വതന്ത്ര പരമേശാദ്വയവാദേതു ഉപപദ്യത്തെ ഏതത് യഥാഹി പരമേശ്വരഃ സ്വരൂപാച്ഛാദന ക്രീഡയാ പശു പുദ്ഗലോ അണുഹു സമ്പന്നഃ. അതായത് ശ്രീ പരമേശ്വരൻ തൻ്റെ സ്വരൂപത്തെ മറയ്ക്കുക എന്ന സ്വന്തം ലീലയിലൂടെ, ക്രീഡയിലൂടെ അണുക്കളായി, അതായത് പാശബദ്ധരായ ജീവന്മാരായി സ്വയം മാറുന്നു. ഇതാണ് സ്വതന്ത്രമായ ശിവാദ്വൈത ദർശനത്തിൻ്റെ പക്ഷം. സ്വതന്ത്ര പരമേശാദ്വയവാദേതു ഉപപദ്യത്തെ. ഇങ്ങനെ സ്വയം തൻ്റെ സ്വരൂപത്തെ ഗോപനം ചെയ്യുന്നതിനെയാണ് തിരോധാനം എന്ന് പറയുന്നത്. സ്വയം മറയ്ക്കുക, താൻ പതിയാണ് എന്ന ബോധം സ്വയം അറ്റുപോകലാണ് പാശം. പാശബദ്ധരായ ജീവന്മാരെ സൃഷ്ടിക്കുമ്പോൾ തന്നെ, എന്ന് വെച്ചാൽ ശ്രീ പരമേശ്വരൻ പാശബദ്ധരായ ജീവാത്മാക്കളായി തന്നെ സ്വയം മറയ്ക്കുമ്പോൾ തന്നെ തിരോധാന ക്രിയയും സംഭവിക്കുന്നു എന്ന് പറയാം. ഈ ആത്മസങ്കോചം എന്ന് പറയുന്ന തിരോധാനം എടുത്തു മാറ്റി സകല ജീവജാലങ്ങളുടെയും അന്തിമ ഭാഗധേയത്തിലേക്കുള്ള കവാടമായ കാരുണ്യം ചൊരിയുന്ന കർത്തവ്യമാണ്
പഞ്ചകൃത്യങ്ങളിൽ അഞ്ചാമത്തേതായ അനുഗ്രഹം. ജന്മാന്തരങ്ങളിൽ കൂടിയുള്ള ആധ്യാത്മിക സാധനകളാലും ചിലപ്പോൾ മനുഷ്യരാൽ ഊഹിച്ചറിയാവുന്നതായ കാരണങ്ങൾ ഒന്നുമില്ലാത്ത കേവലം ഈശ്വര കൃപ കൊണ്ട് മാത്രവും ഈ അനുഗ്രഹം ലഭ്യമാകുന്നു. അല്ലെങ്കിൽ സർവവും ശ്രീ പരമേശ്വരനിൽ ചെന്ന് ലയിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ കൽപ്പാന്ത മഹാപ്രളയമാകുന്ന സംഹാരവേളയിലും ഈ അഞ്ചാമത്തെ അനുഗ്രഹക്രിയ സംഭവിക്കുന്നു. അപ്പോൾ തിരോധാനം എന്ന് വെച്ചാൽ സ്വയം മറയ്ക്കലാണ്. അങ്ങനെ സ്വയം മറയ്ക്കുന്നത് കൊണ്ട് ശ്രീ പരമേശ്വരൻ അപ്രത്യക്ഷമായി ഇല്ലാതെയായി പോയോ? അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. നച തസ്യ ദേശകാല സ്വരൂപ ഭേദ വിരോധ. അതായത് ദേശം കാലം മുതലായുള്ള പരിമിതികളെ ശ്രീ പരമേശ്വരൻ സ്വയം സ്വീകരിച്ച് പശുഭാവം എടുക്കുന്നത് കൊണ്ട് തൻ്റെ യഥാർത്ഥ പരശിവ സ്വരൂപത്തിന്, ആ അഖണ്ഡബോധ അനുത്തര പ്രകാശമാത്ര തനുവിന് ഒരു ഭേദവും സംഭവിക്കുന്നില്ല എന്നതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു തത്വം. നച തസ്യ ദേശകാല സ്വരൂപ ഭേദ വിരോധ. അജ്ഞാനത്തിൽ ആണ്ടുകിടക്കുന്ന ആണവം, മായീയം, കാർമ്മം എന്നീ 3 മലങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ട് കിടക്കുന്ന പശുക്കളായ ജീവനുകളായും അതേസമയം തൻ്റെ നിരുപാധിക നിജസ്വരൂപത്തിൽ നിന്നും തെല്ലും മാറാതെയുള്ള പതിയായും ഇരിക്കുന്നത് കൊണ്ടാണ്, പശുവായും പതിയായും ഒരേ സമയത്തിലിരിക്കുന്നത് കൊണ്ടാണ് ഭഗവാൻ ശ്രീ പരമേശ്വരൻ പശുപതി എന്ന് അറിയപ്പെടുന്നത്. പശുഭാവത്തിലുള്ള സകല ജീവജാലങ്ങളായും ബ്രഹ്മാദി പിപീലികാന്തം എന്ന് പറയും. അതായത് സൃഷ്ടിയിലെ ഏറ്റവും മുന്തിയ ദേവഗണത്തിൽ ഏറ്റവും ആദ്യനായ ബ്രഹ്മാവ് മുതൽ പിപീലിക വരെ, അതായത് നിസ്സാരമായ ഉറുമ്പ്, അതിലും നികൃഷ്ടമായ ചെറു പുഴു വരെയുള്ള സകല ജീവജാലങ്ങളായും പരിണമിച്ചാലും ശ്രീ പരമേശ്വരന്റെ ഉപാധിരഹിതമായ അനുത്തര അവസ്ഥയിൽ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത്? ശിവാദ്വൈത ദർശനം ബിംബ പ്രതിബിംബവാദം എന്ന ഒരു സിദ്ധാന്തമായി അറിയപ്പെടുന്നു. ഇതിന് ഉദാഹരണമായി പറയുന്നതാണ് കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബം. കണ്ണാടിയിൽ നോക്കുന്ന ആളുടെ അതേ പ്രതിച്ഛായയാണെങ്കിലും പ്രതിബിംബത്തിൻ്റെ പരിമാണങ്ങൾക്ക് വ്യത്യാസമുണ്ട്. നോക്കുന്ന ആളുടെ ത്രിമാനമായുള്ള 3 ഡയമെൻഷൻ എന്ന് പറയുന്ന പരിമാണത്തിലല്ല പ്രതിബിംബം. അത് കണ്ണാടിയുടെ മേൽനിരപ്പ് പോലെ പരന്നതാണ്. നമ്മുടെ മൂക്കിൻ്റെ ഉയർച്ച, തലയിലെ കഷണ്ടി അല്ലെങ്കിൽ തലമുടിയുടെ മാർദ്ദവം, ഇതൊക്കെ കണ്ണാടിയിൽ തൊട്ടു നോക്കിയാൽ കാണുമോ? ഇല്ല. നോക്കുന്ന ആൾ വായ കൊണ്ട് ശബ്ദം പുറപ്പെടുവിച്ചാൽ പ്രതിബിംബത്തിന് ചുണ്ടനക്കാൻ മാത്രമേ സാധിക്കുള്ളൂ. കണ്ണാടിയിൽ നിന്ന് ശബ്ദം വരില്ല, അല്ലേ? വളരെ അപര്യാപ്തമായിട്ടുള്ള ഒരു ഉപമയാണ്. എന്നാലും ഒരു ഉദാഹരണമായി ശൈവതന്ത്രങ്ങളിൽ സാധാരണ പറയുന്ന ഒന്നാണ് ഇത്. അങ്ങനെ കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബം പോലെ ശ്രീ പരമേശ്വര വിഭൂതിയുടെ അത്യന്തം സൂക്ഷ്മമായ ശ്രീ പരമേശ്വര സ്വരൂപത്തിൻ്റെ ഒരു അംശം മാത്രമുള്ള പ്രതിബിംബമാണ് പ്രപഞ്ചവും ജീവജാലങ്ങളും. അഥവാ പ്രാപഞ്ചിക ദശയിലുള്ള ഈ ഒരു കോസ്മിക് ഡയമെൻഷൻ ആയിട്ടുള്ള ഭഗവാന്റെ വികസനം. അതൊരു പ്രതിഫലനം മാത്രമാണ്. ഈ വികസനം സംഭവിക്കുന്നത് 36 തത്വങ്ങളിൽ കൂടിയാണ് എന്നും നേരത്തെ പറഞ്ഞതാണ്. എന്താണ് ഈ തത്വങ്ങൾ? 36 സൃഷ്ടി തത്വങ്ങൾ. അവയെക്കുറിച്ച് സാമാന്യമായി ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതുകൊണ്ട് സൃഷ്ടി തത്വങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ശൈവ ശാക്തതന്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ള സൃഷ്ടി സിദ്ധാന്തത്തിലെ 36 തത്വങ്ങൾ, അർത്ഥ സൃഷ്ടിയായ 36 തത്വങ്ങൾ. ശിവാംശം ശക്തിയംശം എന്നൊക്കെ വേർതിരിയാതെയുള്ള സദ്വസ്തുവായ ആ ആദി പരമാത്മന്, പരംപൊരുളിന് അനുത്തര ശിവം എന്നാണ് ശൈവതന്ത്രങ്ങളിൽ പറയുന്നത്. അനുത്തരം എന്ന് വെച്ചാൽ അതിനും അപ്പുറത്ത് മറ്റൊന്നുമില്ലാത്തത് എന്ന അർത്ഥം. അതാണ് അനുത്തര ശിവം എന്ന ആദിമഹാമഹസ്സായ പരംപൊരുൾ. വേദാന്തത്തിൽ ബ്രഹ്മത്തിൻ്റെ ലക്ഷണം അല്ലെങ്കിൽ സ്വഭാവമായി പറയുന്നതാണ് സത്ത്, ചിത്ത്, ആനന്ദം. പക്ഷെ ഈ വിശേഷണങ്ങളൊക്കെ ചിന്തയുടെ തലത്തിൽ നിന്നും അല്ലെങ്കിൽ ഭാവങ്ങളെയൊക്കെ വിവേചനം ചെയ്യുന്ന അപരജ്ഞാനത്തിൻ്റെ തലത്തിൽ നിന്നും ഉള്ളവയായതുകൊണ്ട് ഇത്തരം വിശേഷണങ്ങളൊന്നും അനുത്തര ശിവത്തിൽ ആരോപിക്കാനാവില്ല എന്നതാണ് ശൈവതന്ത്രങ്ങൾ സൂചിപ്പിക്കുന്നത്. വാങ് മനസ്സുകൾക്ക് അതീതമായ ഒരു
ശൂന്യസ്ഥാനമാണ് അത്. ഇവിടെ ശൂന്യം എന്ന് പറയുമ്പോൾ ഒന്നുമില്ലാത്തത് എന്ന അർത്ഥം എടുത്തു പോകരുത്. ചിന്തയ്ക്കും ബുദ്ധിക്കും എത്താൻ കഴിയാത്ത സകല സങ്കല്പങ്ങൾക്കും അപ്പുറത്തുള്ള ഒരു സ്ഥിതിവിശേഷം എന്ന അർത്ഥത്തിലാണ് മഹാശൂന്യസ്ഥാനം എന്ന് ഈ അനുത്തര ശിവസ്വരൂപത്തെക്കുറിച്ച് പറയുന്നത്. അനാഖ്യാവസ്ഥ എന്ന് പറയും. അനാഖ്യം എന്ന് പറഞ്ഞാൽ പേരില്ലാത്തത്, അല്ലെങ്കിൽ പേരിടാൻ പറ്റാത്തത്. അനുത്തര ശിവത്തിൽ നിന്നും ഉണ്ടാകുന്ന സൃഷ്ടി രണ്ട് രീതിയിലാണ് തന്ത്രശാസ്ത്രങ്ങളിൽ വിവരിച്ചിരിക്കുന്നത്. ശബ്ദസൃഷ്ടി, അർത്ഥസൃഷ്ടി എന്ന് രണ്ട് രീതിയിൽ, അഥവാ ശബ്ദപ്രപഞ്ചം, അർത്ഥപ്രപഞ്ചം എന്ന് രണ്ട് രീതിയിൽ. എന്താണ് ഈ രണ്ടിൻ്റെയും പ്രാധാന്യം, അല്ലെങ്കിൽ ഈ രണ്ടും ദ്യോതിപ്പിക്കുന്നത്? സബ്ജക്റ്റീവ് എന്നും ഓബ്ജക്റ്റീവ് എന്നും പറയുന്ന ആത്മനിഷ്ഠമായും പദാർത്ഥനിഷ്ഠമായും ഉള്ള രണ്ടു തരം സമീപനം, വാചകവും വാച്യവും. വാചകം എന്ന് വെച്ചാൽ ശബ്ദം പറയുന്നത്, വാച്യം എന്ന് വെച്ചാൽ ആ പറയുന്നതിൻ്റെ അർത്ഥം. വാചക വാച്യ സൃഷ്ടി എന്ന് വെച്ചാൽ ശബ്ദത്തിൻ്റെ സൃഷ്ടിയും ആ ശബ്ദത്തിൻ്റെ അർത്ഥമാകുന്ന പദാർത്ഥത്തിൻ്റെ സൃഷ്ടിയും. 36 തത്വങ്ങളായി വികസിക്കുന്ന അർത്ഥസൃഷ്ടിയെക്കുറിച്ചും ഈ ആദ്യ ശ്ലോകത്തിൽ പറഞ്ഞ ശേഷമുള്ള ശിവവിഭൂതികളെക്കുറിച്ചും അടുത്ത ഭാഗങ്ങളിലായിട്ട് നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.